വൈകിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായയും പിന്നെ കുറച്ച് മിക്സ്ചറും കുടിച്ചാലോ? ആ മിക്സ്ചർ നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും? അപ്പോൾ മിക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് കടലപ്പൊടിയും 3/4 കപ്പ് അരിപ്പൊടി എടുക്കുക. ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായം, ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് അത് കുഴച്ചെടുക്കുക. എപ്പോഴും കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ വെള്ളം ഓവറായി കഴിഞ്ഞാൽ പിന്നെയും പൊടിയുടെ അളവൊക്കെ മാറും. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ അത് കുഴച്ചെടുക്കാൻ. അതിനുശേഷം അത് വെക്കൊന്നും വേണ്ട, നേരെ നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചിലിടുക. അപ്പോൾ അത് എടുക്കേണ്ടത് നമ്മൾ നൂൽപുട്ടിൻ്റെ ആ ചെറിയ ഒരു അച്ചില് അത് തന്നെ എടുത്താൽ മതി കേട്ടോ. അതിനെടുത്തതിന് ശേഷം ഒരു വലിയൊരു പാത്രം തന്നെ എടുക്കണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് എണ്ണയൊഴിച്ച് ചൂടായതിനു ശേഷം ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് അതാകും, കാരണം അതിൽ ഒരുപാട് കട്ടിയില്ല. അത് കാരണം അത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അത് ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുക. നൂൽപുട്ടിൻ്റെ അച്ച് വെച്ചിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എപ്പോഴും സൂക്ഷിക്കണം, ഒരു സൈഡ് വെച്ച് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഈ എണ്ണയുടെ ചൂട് നമ്മുടെ കയ്യിലേക്ക് തട്ടും. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 3/4 കപ്പ് കടലപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇതെല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം പോലെ വേണം അത് മിക്സ് ചെയ്യാൻ, അതായത് ലഡുവിൻ്റെ ഒക്കെ ബൂന്തി ഉണ്ടാക്കുന്ന പോലെ. അതിന് ശേഷം നമ്മൾ ഓട്ടയുള്ള തവി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് കോരി മാറ്റുക. ശേഷം ബാക്കി വരുന്ന എണ്ണയിൽ നമ്മുടെ വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഉണക്കമുളക്, കടല നേരത്തെ എൻ്റെ കയ്യിൽ ഫ്രൈ ചെയ്ത് ഇരിപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തില്ല. നിങ്ങളുടെ കയ്യിൽ പച്ചയാണെങ്കിൽ അത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതൊരു വലിയൊരു പാത്രത്തിലിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ശേഷം വായു കിടക്കാത്ത ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ എടുത്ത് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.